ഹലോ, ദിസ് ഈസ് ഡോക്ടർ ഗോപകുമാർ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജിയെ കുറിച്ചാണ്. എന്താണ് സൈക്കോ? മനസ്സ്. ന്യൂറോ ബോഡിയുടെ കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഇമ്മ്യൂണോ സിസ്റ്റം? ഈ മൂന്നെണ്ണത്തിൻ്റെ ഇത് മൂന്നും കണക്റ്റഡ് ആണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ മനസ്സ് വളരെ വിഷമിച്ചിരിക്കുമ്പോൾ, സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, സ്ട്രെസ്ഫുൾ ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ന്യൂറോ സിസ്റ്റത്തിനെ ബാധിക്കും. ഇവിടെ ക്രിയേറ്റ് ആവുന്ന ഹോർമോണുകളിൽ ഇംബാലൻസുകൾ ഉണ്ടാകും. അങ്ങനെ ഇംബാലൻസുകൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റ് പ്രശ്നങ്ങൾ, അതായത് നമുക്കിപ്പോൾ മനസ്സ് വേദനിച്ചാൽ സൊമാറ്റിക് പ്രോബ്ലം, അതായത് നമ്മുടെ ശരീരത്തിനും ഒത്തിരി പ്രശ്നങ്ങൾ വരും. ഫോർ എക്സാമ്പിൾ എന്താണ്? നമുക്കൊരു മൈഗ്രെയിൻ തലവേദന വരാം, നമ്മുടെ വയറ്റുവേദനകൾ വരാം, നമുക്ക് മൈൽഡായിട്ടുള്ള ഈ മൈക്രോ ഫ്രാക്ചേഴ്സ് പോലത്തെ കാര്യങ്ങളുണ്ടാകാം, അല്ലെ? ബോഡി ഏക്ക് വരാം, നമുക്കൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇങ്ങനെ ശരീരവും മനസ്സും തമ്മിൽ കണക്റ്റഡ് ആണെന്ന് നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മുടെ ഇമ്മ്യൂണോ സിസ്റ്റം അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തിയും വളരെ വളരെ കണക്റ്റഡ് ആണെന്നുള്ളതാണ്. എക്സാമ്പിൾ എന്താണ്? നമ്മളൊരു ചെറിയ എക്സാമ്പിൾ പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു ക്ലിനീഷ്യന് അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കാണാൻ പോകുന്നു എന്ന് വെക്കുക. നമ്മൾ ഒരു വിഷയമായി നമ്മൾ ഡോക്ടറിനെ പോയി കാണുന്നു. ഡോക്ടർ നമ്മുടെ പരിശോധിക്കുന്നു, നമുക്ക് വേണ്ടത്ര മരുന്നുകൾ തരുന്നു. അതൊരു ഓപ്ഷൻ. അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഡോക്ടർ നമ്മൾ വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. അതായത് ഡോക്ടറിന് മനസ്സിലാവുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന്, പക്ഷെ അത് പേഷ്യൻറ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അടുത്തോ വളരെ ഫ്രീ ആയി ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ബട്ട് അദ്ദേഹം നമുക്ക് നല്ല മെഡിസിനൊക്കെ തന്നെയാണ് തരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്നും ഒരു ഫ്രീ അല്ലാത്ത ഒരു ബിഹേവിയർ വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു. പ്രത്യേകിച്ച് ഈ വരുന്ന രോഗിക്ക് അല്ലെങ്കിൽ വരുന്ന ബുദ്ധിമുട്ടുള്ള ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നു. എന്താണ് ബുദ്ധിമുട്ട്? അതായത് എന്നെ ഡോക്ടർ കൂടുതൽ പരിശോധിച്ചിട്ടുണ്ടോ? പരിശോധിച്ചിട്ടില്ലല്ലോ. കൂടുതലൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. എൻ്റെ അടുത്തൊന്നും ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറിയില്ലല്ലോ. അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളെ പുള്ളി വളരെ ആകാംക്ഷയോടെ കേട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു തോട്ട് അവിടെ തുടങ്ങും. അങ്ങനെ ആ തോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ എത്ര മരുന്ന് കഴിച്ചിരുന്നാലും വലിയ ഫലമൊന്നും അവിടെ കിട്ടില്ല. ഒന്ന്. രണ്ട്, എന്നാൽ നേരെ മറിച്ച് ഡോക്ടർ വളരെ ഫ്രണ്ട്ലി ആയി സംസാരിച്ചാലോ, അല്ലെങ്കിൽ ഡോക്ടർ നമ്മളെ കാര്യങ്ങളെ കൂടുതൽ അന്വേഷിച്ച് ക്ലിനിക്കലി നല്ല എക്സാമിനേഷനൊക്കെ നടത്തി കാര്യങ്ങളൊക്കെ ചെയ്താലോ ഈ വരുന്നതാണ് ഭയങ്കര സന്തോഷമാവും. ഓക്കെ, ഡോക്ടർ എന്നെ പരിശോധിച്ചു, ഡോക്ടർ പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല, അല്ലേ? അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു ഹീലിംഗ് സ്റ്റാർട്ട് ഫ്രം ദ ടൈം. അവിടെ നമ്മുടെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇരുന്ന സ്ഥലം ബെറ്റർ ആണ്. ഞാനൊരു നല്ലൊരാളിന്റെ മുമ്പെയാണ് ഞാൻ ഇരിക്കുന്നത്